മീനെ പിടിച്ച് മീനെ പിടിച്ച് കഴിച്ചു ദേ അളിയനും രാവിലെ വർക്കൗട്ട് പോയിരുന്ന എന്നെ മീൻ പിടിക്കാന്നും പറഞ്ഞ് അമ്മ വിളിച്ചോണ്ട് പോവാണ്. കൊടയൊക്കെ വെച്ച് നശിപ്പിച്ച് മീൻ കൊത്തിയാ അളേ തീറ്റ പ്രൊഫഷണൽ ഫിഷർ. ഇതിന്റെ കിട്ടുന്ന ചാള ചൂരയാ കരിമീൻ കിട്ടില്ലെങ്കിൽ ഔട്ട. അമ്മ നീ രാവിലെ വന്നിട്ട് മീനിന്റെ പട്ടിണി മാറ്റാണ്ട് ഒരു മീനെ പിടിച്ച് മീനിന്റെ പട്ടിണി മാറ്റലാണ് നമ്മുടെ ഇന്നത്തെ. 1 കിലോ മൈദ എന്നത് തീർക്കും. നോക്കട്ടെ നിന്റെ സ്കില്ല്. പ്രൊഫഷണൽ ഭാഗ്യമുള്ള മീൻ. അടുത്ത തീറ്റ മീൻ പറയായിരിക്കും. രാവിലെ ആൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടോ പോകുന്നു. കിട്ടിയില്ല പറയേണ്ടി വരും. മീന് ഫുഡ് കിട്ടിയത് പറയാം. നീളമുണ്ടോ ചൂണ്ടൊക്കെ? എത്ര കുറേ വരാം. അമ്മനെ തൊഴിലുറപ്പെടുത്ത് അമ്മ തൊഴിലുറപ്പെടുത്ത മീനില്ലാണ്ട് വീട്ടിൽ ചെന്ന കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ? കവറിനകത്തിട്ടുണ്ടോ? മീൻ്റെ അമ്മ എത്ര മീൻ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് ഇത് കൊളുത്തി താഴേക്ക് വലിക്കുന്നില്ല. സാധാരണ ഇവരിത് കൊളുത്തി കുറച്ച് താഴേക്ക് വലിക്കും. അപ്പോൾ നമ്മൾ മേളിലേക്ക് വലിക്കുന്ന മീനെ കിട്ടും. തീറ്റ ശരിയായില്ല, തൊടുമ്പോൾ തന്നെ അത് അലിഞ്ഞു പോവാം. അതുകൊണ്ട് നമുക്ക് മീൻ കിട്ടൂല. മീനെ പിടിച്ച് കഴിച്ചു അളിയനും അമ്മ മീൻ പിടിച്ചേ. ഫുൾ ആൾക്കാരുണ്ട്. മീൻ പിടിക്കാൻ വന്നവരാണോ തൊഴിലുറപ്പ്? എനിക്കിത് മതി. പിടിക്കുന്ന കാണാനാണ് ഫൺ. ആൾക്കൊരു മീൻ ഒന്നേ. ആരാത്? ഹായ്. അളിയൻ ചാറ പറ പോയി പിടിക്കുന്നു. കാണിക്ക. ഓ ഗായ്സ്, ചാടുന്നു. ഉച്ചക്കൊരു പിടി ചോറും കൂട്ടിയൊരു പിടി മീൻ പിടിക്കുന്നു. പിടിച്ചാ വായും കൊണ്ട് മീൻ പിടിച്ചാ. ഇതാണ് പിടിക്കും. ഒരു കലയാണ് മീൻ പിടിക്കുന്നത്. കഴിവാണ്. അത്തപ്പൂക്കൾ ഇട്ടേക്കുന്ന പോലെ മീനൊക്കെ ഉണ്ട്. കിട്ടിക്കാണിക്ക്. ഇതിലൊരു വലിയ മീനെ ഞാൻ കൊണ്ടുവരും. സ്രാവ് ഇവിടെ വന്ന് ഉമ്മ വെച്ചിട്ട് വേണം ഫുഡിനകത്ത്. അളിയൻ വെച്ച് ഇടുമ്പോ കറക്റ്റ് പിടിക്കുമല്ലോ. കരിമീന്റെ വാവ. വള്ളത്തി വേണോ? അടുത്ത ജംഗ്ഷന് വിടാം. അവിടെ ആകുമ്പോ കുറച്ചുകൂടി കച്ചവടം കിട്ടും. ഒരു പൊടി